Alhamdulillah, wassalatu wassalamu ala rasulil mustafa wa ala alihi wa sahbihi ajma'in, amma ba'd. A'udzu billahi ya ayyuhalladzina amanu hal adullukum ala tijaratin tunjikum min adzabil alim tu'minuna billahi wa rasulihi wa tujahiduna fi sabilillah bi amwalikum wa anfusikum dzalikum khairul lakum in kuntum ta'lamun. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. അല്ലയോ വിശ്വസിച്ചവരെ, കച്ചവടത്തെ കുറിച്ച് അറിയിക്കട്ടെയോ? വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതെന്താ നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ അറിയുന്നുവെങ്കിൽ. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും തൈവാളിലൂടെ ഒഴുകുന്ന ആരാമത്തിൽ നിങ്ങളെ പ്രവേശിക്കുകയും നിത്യവാസത്തിലുള്ള തോട്ടങ്ങളിൽ മുന്തിയ വാസസ്ഥലങ്ങൾ മഹത്തായ വിജയം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സംഗതികളായാൽ അള്ളാഹുവിനുള്ള സഹായമായാൽ അടുത്തു തന്നെ കൈവരാൻ പോകുന്ന വൻ വിജയം. വബശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുദ്ധ ഖുർആനിലെ 61-ാമത്തെ ശുദ്ധ ഖുർആനിലെ 11 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഇവിടെ ഓതി കേൾപ്പിച്ചത്. ഒരു കച്ചവടത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു കച്ചവടത്തിൽ ലാഭം നേടാൻ വേണ്ടി തന്റെ ധനം, കഴിവ്, അധ്വാനം, സഹായം എന്നിവ പരമാവധി ഉപയോഗിക്കാറുണ്ട്. ഈ അർത്ഥത്തിൽ തന്നെയാണ് സത്യവിശ്വാസത്തെയും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തെയും ഇവിടെ കച്ചവടം അഥവാ തിജാറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കച്ചവടത്തിന്റെ മൂലധനം അഥവാ ക്യാപിറ്റൽ സത്യവിശ്വാസവും ജിഹാദുമാണെങ്കിൽ അതിന്റെ ലാഭം വേദനാജനകമായ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. ഒരാൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സ്വജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സംസ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ത്യാഗപരിശ്രമങ്ങളും ജിഹാദാണ്. അള്ളാഹുവിലും അവന്റെ ദൂതലിലും അടിയുറച്ചു വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ ജിഹാദുകൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നാണ് പറയുന്നത്. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യുന്ന ജിഹാദിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മനുഷ്യന് നൽകിയ വിവിധ കഴിവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ് ശരീരം കൊണ്ടുള്ള ജിഹാദ്. പാട്ട്, പ്രസംഗം, അഭിനയം തുടങ്ങിയ മറ്റു കലാഭൗതിക കഴിവുകളെല്ലാം ഈ ഗണത്തിൽ പെടും. ശരീരം കൊണ്ടുള്ള ജിഹാദ് പോലെ തന്നെ ഏറെ പ്രധാനമാണ് സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ജിഹാദ്. സമ്പത്ത് കൊണ്ട് ഒരാൾ ദീനി പ്രവർത്തനങ്ങൾക്ക് തന്റെ സമ്പത്ത് ചെലവഴിച്ചാൽ അയാളെ കാത്തിരിക്കുന്നത് വമ്പിച്ച പ്രതിഫലമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്നുള്ള ആയത്തുകളിൽ ഈ കച്ചവടത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ആരാമത്തെ നിങ്ങളെ പ്രവേശിക്കും. നിത്യവാസത്തിനുള്ള തോട്ടങ്ങളിൽ മുന്തിയ വാസസ്ഥലങ്ങൾ. അപ്പോ നമുക്ക് മനസ്സിലാക്കാം, ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് ഈ കച്ചവടത്തിന്റെ ലാഭം നമുക്ക് നേടാം. അള്ളാഹുവിനുള്ള മറ്റൊരു സംഗതികളായാലും അള്ളാഹുവിനുള്ള സഹായമായാലും അടുത്തു തന്നെ കൈവരാൻ പോകുന്ന വിജയമായാലും വബശിരിൽ മുഅ്മിനീൻ,
സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒരാൾ തന്റെ ധനവും ശരീരവും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാൽ അയാളെ കാത്തിരിക്കുന്നത് വർദ്ധിച്ച നേട്ടങ്ങളാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തന്റെ ധനവും ശരീരവും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തിയിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.